നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളായിരിക്കാം, ഒരു തൊഴിൽ ചെയ്യുന്ന ഒരാളായിരിക്കാം. നമ്മുടെ വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു ഘടകമെന്ന് പറയുന്നത് നമ്മളൊരു നല്ല ടീം പ്ലെയർ ആവുക എന്നുള്ളതാണ്. ഒരു സംരംഭകരാണെങ്കിൽ നല്ലൊരു ടീമിനെ ഉണ്ടാക്കാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ്. ഒരു ജീവനക്കാരനാണെങ്കിൽ ഒരു നല്ല ടീം പ്ലെയർ ആവുക. പക്ഷെ അവിടെയാണ് പ്രശ്നം. നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളോട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യണം. നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ഇവരൊക്കെ വ്യത്യസ്ത സ്വഭാവക്കാരാണ്, ഇവരൊക്കെ വ്യത്യാസമുള്ളവരാണ്. പക്ഷെ അവിടെ എന്താ ചെയ്യാനാവുക? നിങ്ങൾ ഈ പോർക്യുപൈൻസ് കേട്ടിട്ടുണ്ടോ? മുള്ളംപന്നി. ഈ മുള്ളംപന്നിക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മൾ അടുത്തെങ്ങാനും പോയാൽ നമ്മുടെ ജീവിതം പോയി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ മുള്ളംപന്നികൾക്ക് ദൈവം നല്ല ശക്തിയും ഈ കരുത്തും ഈ മുള്ളുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ തണുപ്പ് കാലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ അതിജീവിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. അത് തണുത്ത് വിറങ്ങലിച്ച് പോകും. പക്ഷേ അതിന് ദൈവം ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ മുള്ളംപന്നികളെല്ലാം കൂടി ഒന്ന് ചേർന്ന് നിന്ന് ചൂട് പകർന്ന് നിന്നാൽ ചിലപ്പോൾ രക്ഷപ്പെടും. പക്ഷേ പ്രശ്നമുണ്ട്, മുള്ളംപന്നികൾ കെട്ടിപ്പിടിച്ച് ചൂട് പകർന്ന് നിൽക്കുമ്പോൾ മുള്ളു കൊള്ളും. അപ്പോൾ ചോര ഇങ്ങനെ ഊർന്നുകൊണ്ടിരിക്കും. ചില മുള്ളംപന്നികൾ അവർ ചേർന്ന് അങ്ങോട്ട് നിൽക്കും. ചെറുതായി ഇത്തിരി ചോരയൊക്കെ ഊർന്ന് ഇത്തിരി വേദന ഉണ്ടെങ്കിലും ആ തണുപ്പ് മാറുമ്പോൾ അവരവരുടെ ജീവിതം നോക്കി പോകും. ചിലരത് മാറി നിൽക്കുന്നവർ ഉടൻ തന്നെ തണുത്ത് വിറങ്ങലിച്ച് മരിച്ചു പോകത്രേ. ശരിയാണ്, നമ്മുടെ കൂടെയുള്ളവർ എല്ലാവരും വ്യത്യസ്തരാണ്. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും, ചില പിണക്കങ്ങളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെയും തൊഴിലിൻ്റെയും ബിസിനസ്സിൻ്റെയൊക്കെ ഭാഗമാണ്. പക്ഷേ ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുമയോടെ നിൽക്കാൻ സാധിക്കുമ്പോൾ മാത്രമാണ് നമുക്കൊരു നല്ല ടീം മെമ്പർ ആവാൻ സാധിക്കുക, നമ്മളൊരു നല്ല വ്യക്തിയാവാൻ സാധിക്കുക, നല്ലൊരു സംരംഭകനാവാൻ സാധിക്കുക.